ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ നാരങ്ങ റെസിപ്പി കണ്ടാലോ? എന്താ ഇപ്പോൾ ഇത്ര സ്പെഷ്യൽ എന്നല്ലേ? പറഞ്ഞുതരാവാ. ഈ അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടുവിടാതെ സൂക്ഷിക്കാൻ പറ്റും. തീർന്നിട്ടില്ല. ഇത് നമ്മളെ മുറ്റത്തുള്ള മരത്തിൽ നിന്ന് തന്നെ പറിച്ച നാരങ്ങയാണ് കേട്ടോ. ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെ കുറേയൊന്നും കിട്ടിയില്ല, കുറച്ച് മാത്രം കിട്ടി. ഈ പറിച്ച നാരങ്ങയില്ലേ കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെക്കണം കേട്ടോ, എന്നാലേ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്കില്ലേ നമുക്ക് മുറ്റത്തുനിന്ന് കുറച്ച് കാന്താരിയും കൂടി പറിച്ചിട്ടിടാം. ഇനി നമുക്ക് ഉപ്പിലിട്ട ചെറുനാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിനെയില്ലേ ചെറുനാരങ്ങ വെള്ളക്കിട്ടത് എന്ന് പറയും കേട്ടോ. മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കലില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ചൂടായ പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. നല്ലെണ്ണ ഉപയോഗിച്ചെങ്കിൽ അച്ചാർ കുറേ നാൾ കൂടി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം ചെറുതായി എരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മൂപ്പിക്കണം. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിക്കായും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിലിട്ട് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്ത അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇതൊക്കെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം കടുകും ഉലുവയും നന്നായി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ചൂടായാൽ തന്നെ തീ ഒന്ന് ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ മുളക് പൊടിയും അച്ചാർ പൊടിയും ഇടാത്തതുകൊണ്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ആരും അച്ചാർ കേടായിപ്പോയി എന്നുള്ള പരാതി പറയരുത് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.